എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ ടൈം ടേബിൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മേഴ്സി ചാൻസ് പരീക്ഷയുടെ ടൈം ടേബിളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനി അവസരം കിട്ടില്ല, ഇക്കാര്യം അറിയാതെ പോകരുത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലേക്കും. കേരള യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ ടൈം ടേബിൾ ഇപ്പോൾ സർവകലാശാല വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. കേരള സർവകലാശാലയുടെ വെബ്സൈറ്റിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ അവസരം എനിക്ക് കിട്ടില്ല. 2013 മുതൽ 19 വരെയുള്ള വിദ്യാർത്ഥികളുടെ 2013 to 19 വരെയുള്ള വിദ്യാർത്ഥികളുടെ തേർഡ് സെമസ്റ്റർ മേഴ്സി ചാൻസ് പരീക്ഷയുടെ ടൈം ടേബിളാണ് ഇപ്പോൾ സർവകലാശാല വെബ്സൈറ്റിൽ വന്നത്. 2013 മുതൽ 19 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ മേഴ്സി ചാൻസ് പരീക്ഷയുടെ ടൈം ടേബിൾ ഇപ്പോൾ സർവകലാശാല വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. മേഴ്സി ചാൻസ് എക്സാമാണ്. 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ പോലെ തന്നെ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്ത പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇനി അവസരം കിട്ടില്ല. ഏതെങ്കിലും വിഷയത്തിൽ സപ്ലി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് ശ്രദ്ധിക്കുക. തേർഡ് സെമസ്റ്ററിൻ്റെ ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ഇക്കാര്യം വിദ്യാർത്ഥികൾ അറിയാതെ പോരുത്. നല്ല രീതിയിൽ പഠിച്ച് മുന്നെടുക്കുക. മേഴ്സി ചാൻസ് എക്സാം എന്ന് പറഞ്ഞാൽ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ പോലെ തന്നെയാണ്. ഇത് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്താണ്. ഇനി ഈ അവസരം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നഷ്ടമായി കഴിഞ്ഞാൽ ഇനി എപ്പോഴാണ് ഒരു അവസരം കിട്ടുക എന്നുള്ളത് വ്യക്തമായി നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. യൂണിവേഴ്സിറ്റി മേഴ്സി ചാൻസ് പരീക്ഷ എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ സമയത്തായിരിക്കും കോൾ ഫോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികളിലേക്ക് അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് Career4Tech, the career guide. Thanks for watching. Bye.